നമുക്കത് കാര്യത്തിലേക്ക് കടക്കാം. എന്തോടെ റൂം അടിച്ചിട്ട് തന്നെ പരിപാടി? ഞാൻ പറയണ പോലെ വിശ്വാസത്തോടു കൂടി മനസ്സിൽ നിന്ന് പറയണം കേട്ടോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നും അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ ഇസ്ലാം എന്താ നീ മനസ്സിലാക്കിയത്? നീ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയത് പറയും. ആ മനസ്സിലെ വിശ്വാസം ഉണ്ടാവണം. ആ വിശ്വാസം കളയാൻ പാടില്ല. വിശ്വാസം എന്ന് പറഞ്ഞ് എങ്ങനെയാ നീ റബ്ബിനെ മനസ്സിലാക്കിയത്? ഇസ്ലാം എന്നത് ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു മതമാണ്. അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റൊരാളുമില്ലെന്നും മുഹമ്മദ് നബി അവന്റെ ദൂതനാണെന്നുമുള്ള വിശ്വാസമാണ് ഇതിന്റെ കാതൽ. ഇതിനു പുറമെ നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് തുടങ്ങിയ കാര്യങ്ങൾക്കും ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട്. ചുരുക്കത്തിൽ സമാധാനവും ദൈവത്തോടുള്ള കീഴ്പ്പെടലുമാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. നമുക്കത് കാര്യത്തിലേക്ക് കടക്കാം. എന്തോടെ എന്താ 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 എന്തത് എന്താ ചെയ്യണേ? റൂം അടിച്ചിട്ട് തന്നെ പരിപാടി? അല്ല എന്തല്ലാന്ന് നീ എന്താ പരുതന? ഏത് ജമിനി? സുന്നത്ത് കഴിക്കാൻ പോവായിരുന്നു. സുന്നത്തോ? ഇതെന്തത്? ഇവിടെ എന്താ പരിപാടി? ഇത് ഇവിടെ പറ്റില്ല. ജമിനി ചോദിച്ചോണ്ടാ. ജമിനി ചോദിച്ചു എന്ന് പറഞ്ഞ ഈ നാട്ടിൽ ഇത് പറ്റില്ല. എല്ലാരും ജമിനിയെ അത് പറ്റൂല. അത് സംഭവിക്കൂല. ഇപ്പൊ കാണിച്ചരാ.